നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ഈ ദൈവനീതിയെക്കുറിച്ച് ഇപ്പം നമ്മൾ ഈ വൈകുന്നേരം കേട്ട ക്ലാസ്സിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അതെല്ലാം ഇപ്പോൾ നിവാരണം ചെയ്യപ്പെടുന്നതായിരിക്കും. ആദ്യം നിങ്ങൾക്ക് കിട്ടിയ ഉൾക്കാഴ്ച ഒന്ന് പങ്കുവയ്ക്കുക, എന്നിട്ട് സംശയത്തിലേക്ക് പോകാം. പ്ലീസ് കം. പ്രൈസ് ദി ലോർഡ്. രാവിലത്തെ ക്ലാസ് തൊട്ട് ഇപ്പോൾ കിട്ടിയ ആ ബോധ്യം വരെ, ക്ലാസ്സിൻ്റെ ആ വലിയൊരു ആഴമായ ബോധ്യത്തിലൂടെ കിട്ടിയ ആ ഒരു മനസ്സിലാക്കാൻ പറ്റിയ ഒരു കൃപയെന്നോ എന്താ പറയുക, ദൈവത്തിൻ്റെ ഒരു ഇടപെടല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ നീതിയെക്കുറിച്ച്, എന്താണ് ദൈവനീതി, ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പം പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ, ബൈബിൾ തുറന്നെടുക്കുമ്പോൾ ആദ്യം നീ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഇതെപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ നീതി എന്താണെന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പം ഞാനിവിടുത്തെ ഈ നന്മ ചെയ്യുക, നമുക്ക് പറ്റുന്ന കഴിവുകളനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ നന്മ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളോട് മറ്റുള്ളവരോട് കരുണ കാണിക്കുക, ഇങ്ങനെയുള്ള ധാരണയായിരുന്നു. പക്ഷെ നീതി എന്താണെന്നത് ബ്രദറിലൂടെ ഇതിൽ പരിശുദ്ധാത്മാവ് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്. പാപിയെയും നീതിമാന്മാരെയും ഒരുപോലെ ദൈവത്തിൻ്റെ മകനായിട്ട് ഉൾക്കൊള്ളുന്ന, സ്വീകരിക്കുന്ന, സ്വന്തമാക്കുന്ന ആ ദൈവനീതിയെ മനസ്സിലാക്കാൻ പറ്റി. അതാണ് യഥാർത്ഥ നീതി. അപ്പം ഞാൻ പലപ്പോഴും ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ മാനിക്കാനോ മറ്റുള്ളവരെ അംഗീകരിക്കുവാനോ, അവൻ പാപിയാണ്, അവന് മോശക്കാരനാണ്, അവനെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും, അല്ല അവനെങ്ങനെ ദൈവസന്നിധിയിൽ വരാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുമ്പോൾ എല്ലാ വ്യക്തികളെയും ഒരുപോലെ അവനും യേശുവിൻ്റെ ആ സാദൃശ്യത്തിലും രൂപത്തിലും സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയ മകനാണ് എല്ലാ മക്കളും. അപ്പം എന്നിലുള്ള ക്രിസ്തു എൻ്റെ സഹോദരനിലുണ്ട്, അവനും കർത്താവിൻ്റെ മകനാണ്, അവനും ക്രിസ്തുവാണ്, അവനിലൊരു ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തുവിനെ കാണുവാൻ എൻ്റെ കണ്ണ് തുറക്കണം, എന്നാൽ എനിക്ക് അവനെ എൻ്റെ സഹോദരനായിട്ട് കാണുവാൻ, നീതി, ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുവാൻ, അല്ലെങ്കിൽ നീതി എങ്ങനെയാണെന്നുള്ളത് അവനിലേക്ക് ദൈവത്തിൻ്റെ നീതി പ്രകടമാകുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പം ദൈവത്തിൻ്റെ നീതി എന്താണെന്നുള്ളത് ആ വലിയൊരു ആഴമായ ഒരു ബോധ്യവും ഉൾക്കാഴ്ചയും കിട്ടി. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും ആ സ്നേഹത്തോടൊപ്പം കരുണയും എല്ലാ മനുഷ്യരിലേക്കും നീതി കൊടുക്കുന്ന കാരുണ്യവാനായ ദൈവത്തിൻ്റെ അനന്ത സ്നേഹം, ആ സ്നേഹത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് എല്ലാവരെയും കാണുവാൻ ദൈവം ബ്രദറിലൂടെ സംസാരിച്ച, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ സംസാരിച്ച ആ വലിയൊരു ആഴമായ ഉൾക്കാഴ്ചയാണ് എനിക്ക് കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. കൈയടിച്ച് നന്ദി പറയാം. നീതി, ദൈവനീതി.